ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ സീലിംഗ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സീലിംഗിൽ ലൈറ്റ് പാനൽ ലൈറ്റുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കത് എങ്ങനെ ചെയ്യാം, അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി സീലിംഗ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസാണ്. അതിന് മുന്നേ നമുക്ക് ഈ സീലിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡയഗ്രാം ഉണ്ട്, അത് നമുക്ക് കറക്റ്റായിട്ട് ആദ്യമേ തന്നെ കിട്ടണം. ഇതാണ് ഈ ഏരിയയിൽ വരുന്ന സീലിംഗ്. അതായത് മെയിനായിട്ട് വരുന്ന 2 ഫാനുകളാണ് വരുന്നത്. ലെങ്ത്ത് കൂടിയ 2 ഫാൻ കൊടുത്തു. പിന്നെ ഔട്ടറിലായിട്ട് ചെറിയ ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്തിൽ ചെറിയൊരു പോർഷൻ അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ലൈറ്റ്സുകൾ വരുന്നത്. നമ്മുടെ പാനൽ ലൈറ്റ്സുകളല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. ആദ്യം വരുന്ന 4 ലൈറ്റ്സ്, അതിനുശേഷം സൈഡുകളിൽ 2 ലൈറ്റ്സ്, പിന്നെ അപ്പുറത്തും ഇതുപോലെ 4 ലൈറ്റ്സ്, ഈ സൈഡിൽ 2 ലൈറ്റ്സ്, ഇങ്ങനെ ലൈറ്റുകളാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിലെ ഫാനിൻ്റെ ഏരിയയിൽ ഒരു സ്ക്വയർ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടുപുറത്ത് വീണ്ടും ഒരു ഫാൻ വരുന്നുണ്ട്. ആ ഫാനിൻ്റെ ഏരിയയിൽ സ്ക്വയർ ബോക്സ് വരുന്നുണ്ട്. ഈ സ്ക്വയർ ബോക്സിൻ്റെ സൈഡിലായിട്ട് LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ നമ്മുടെ പാനൽ ലൈറ്റ്സിൻ്റെ സൈഡിൽ കൊടുക്കുന്ന ഏരിയയിലാണെങ്കിലും അവിടെ LED ലൈറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൊടുക്കേണ്ട പോയിൻറ്റ്സുകൾ. ഇതിപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറയുന്ന ലൈറ്റ്സുകളെല്ലാം തന്നെ, ഈ പാനൽ ലൈറ്റ്സുകളെല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലീഡിൽ കൊടുക്കാം, ഒറ്റ സ്വിച്ചിൽ വേണമെങ്കിൽ കൊടുക്കാം. അതല്ല 2 സ്വിച്ചായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഒന്നരാടം തെളിയുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് തീരുമാനിക്കണം നമുക്ക് എങ്ങനെ ഒറ്റ സ്വിച്ചായിട്ട് തെളിയണോ അത് 2 ആയിട്ട് വേണം. പിന്നെ നമുക്കൊരു ഫാനുകൾ 2 സെപ്പറേറ്റ് സ്വിച്ചുകൾ, പിന്നെ ആ പുറത്ത് വരുന്ന ഫാനിൻ്റെ ഔട്ടറിൽ വരുന്ന ഇതിൻ്റെ സെപ്പറേറ്റ് സ്വിച്ചസ്, LED സ്ട്രിപ്പിന് സെപ്പറേറ്റ് സ്വിച്ച്, പിന്നെ വീണ്ടും ഒരു LED സ്ട്രിപ്പ് കോയിൽ വരുന്നുണ്ട്. ആ LED സ്ട്രിപ്പിന് സെപ്പറേറ്റ് സ്വിച്ച്, അല്ലെങ്കിൽ 2 കൂടി ഒന്നിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ട ഈ ഏരിയയിൽ കാണുന്ന എല്ലാ ലൈറ്റ്സുകളും തന്നെ ആദ്യം പറഞ്ഞ ലൈറ്റ്സുകളെല്ലാം തന്നെ സൈഡിൽ ഏകദേശം 50 സെൻറ്റിമീറ്ററാണ് സൈഡിൽ നിന്ന് വരുന്ന സീലിംഗ് വരുന്നത്. അതായത് ലൈറ്റ്സ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെയാണ് പാനൽ ലൈറ്റ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 50 സെൻറ്റിമീറ്ററിൻ്റെ സെൻട്രലായിട്ട് ഇപ്പോൾ സൈഡിൽ നിന്ന് മാറി ഒരു 25 സെൻറ്റിമീറ്റർ ലെവലിൽ നമ്മൾ പൈപ്പ് കൊടുത്തു പോകുന്നു. പൈപ്പുകളെല്ലാം തന്നെ 20 mm പൈപ്പാണ്. ജംഗ്ഷനുകൾ 4 വേ ജംഗ്ഷനുകൾ, 2 വേ ജംഗ്ഷനുകൾ, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ പൈപ്പുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ടാഗ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം വയറുകൾ ചൂടായി കത്ത് പിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സേഫ്റ്റി ആയിട്ട് വേണം പൈപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഓരോ വയറുകൾ സെപ്പറേറ്റ് വന്നതിന് ശേഷം എവിടേക്കാണോ വേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നരാടം ലൈറ്റ്സുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലൈറ്റ്സുകളും ആകെ 2 ലീഡ് മൊത്തം വലിച്ചു പോയതിന് ശേഷം ഒന്നരാടം സ്ഥലത്ത് വരുന്നത് ലൂപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കയറ് ഇറങ്ങിയാണ് പോകുന്നത്. ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 2 സ്വിച്ചായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റ സ്വിച്ചായിട്ട് കൊടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വരുന്നത് ഈ ഏരിയയിലാണ് നമ്മുടെ ഫാനിൻ്റെ സിലിണ്ടറിൽ വരുന്നത് ഫാനിൻ്റെ ഹുക്ക് വരുന്നത്. ആ ഫാനിൻ്റെ ഹുക്കിൽ വരുന്ന LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പോയിൻറ്റുകൾ. അപ്പോൾ എല്ലാ ലൈറ്റ്സുകളും ഇതുപോലെ തന്നെ ലൂപ്പ് ചെയ്താണ് പോകുന്നത്. അതെല്ലാം തന്നെ ജംഗ്ഷനുകൾ ഇട്ടിട്ടാണ് പോകുന്നത്. എവിടെയാണോ ലൈറ്റ്സ് വേണ്ടത് അവിടെയെല്ലാം ജംഗ്ഷനുകൾ ഇടാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആ ജംഗ്ഷനിൽ നിന്ന് താഴേക്കുള്ള വയർ തൂക്കിയിട്ടതിന് ശേഷം നമ്മൾ ഫ്ലെക്സിബിൾ ഹോസ് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് LED സ്ട്രിപ്പ് ഇതെല്ലാം പാനൽ നമ്മുടെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് മൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ മാർക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാർക്കിംഗ് വരുന്നത് LED സ്ട്രിപ്പിനാണ്. LED സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാപ്പിലേക്ക് എടുത്തിടുന്നതുകൊണ്ട് ഒരു സൈഡിലെ ഗ്യാപ്പിലേക്ക് നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് LED സ്ട്രിപ്പ് മാർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് LED, അതായത് സീലിംഗ് ചെയ്യുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് പുറത്തേക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കണക്ഷൻസോ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.